എല്ലാവർക്കും GTA എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം BGMIയുടെ ഒരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ സമയമൊന്നും കളയുന്നില്ല. എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേ. നമ്മുടെ മാച്ച് ഇതാ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ കളിയിൽ നമുക്ക് മാക്സിമം ചിക്കൻ ഡിന്നർ അടിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അറിയത്തില്ല. അപ്പോൾ നമ്മളിതാ നമ്മുടെ നാലാമത്തെ ടീമേറ്റ് ബിസ്വാസ് എക്സ്പോ ആ ഒരാളെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇത് നമ്മുടെ റാങ്കൽ മാപ്പാണ്. കുറേ നാളായി BGMI കളിച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നാലാമത്തെ ആൾ ഇവിടെ സ്കൂളിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആളുടെ കൂടെ സ്കൂളിലാണോ സ്കൂളിലാണെന്ന് തോന്നുന്നു. അതെന്താ പ്ലെയിൻ ഇങ്ങനെ എനിക്കറിയത്തില്ല. പ്ലെയിൻ എന്താ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നാലാമത്തെ എവിടെ ഇറങ്ങുന്ന അവൻ്റെ കൂടെ അപ്പോൾ ഈ മണ്ടനാണെങ്കിൽ നമ്മൾ കൊച്ചിൻകീലാണ് കൊണ്ട് ഇറക്കിയേക്കുന്നത്. ഉണ്ട് ഈ പാരച്യൂട്ട് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം ലൂട്ട് വാരി കണ്ണി കാണുന്നിട്ട് ആരും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഈ വീടിൻ്റെ എങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, പൈസ കിട്ടിയിട്ടുണ്ട്. രണ്ട് പൈസണോ? നമുക്ക് 2 പൈസ കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഷോർട്ട് ഗൺ ഉണ്ടാകട്ടെ. നമ്മുടെ ടീമേറ്റ് വിഷയമാണ് കേട്ടോ. ടീമേറ്റ് പോവുകയാണ്. ചെറുക്കെ ഇറങ്ങിയെന്ന് കില്ലൊക്കെ എടുക്കുകയാണ്. നമ്മളിങ്ങനെ കൊന്നാൻ പിടിക്കാതെ എന്താ പറയട്ടെ. ഷോർട്ട് ഗൺ കിടക്കട്ടെ. 2 പൈസ ഉണ്ടോ ഇങ്ങനെ മുകളിലോട്ട് കയറാം. ഗായ്സ്, നിങ്ങൾക്ക് BGMIയിലെ യൂട്യൂബർ ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബർ ആരാ ഗായ്സ്? എനിക്ക് സായി പോപ്പിയാണ്. സായി പോപ്പി വിഷയം കളിയാണ്. എങ്ങനെ ലൈവ് ഒന്നും പാരൻസ് ഉള്ള പേരുന്ന് കാണാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അവിടെ അടി കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അമ്മരെ രക്ഷിക്കാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് ഇവിടെ ഈ ഡേഞ്ചർ പണ്ടാരം വന്നത്. അപ്പോഴേക്കും നമ്മൾ വീട്ടിൽ കയറി ഇരുന്നപ്പോഴേക്കും ഇവിടെ ഒരു ഫയറിങ് സൗണ്ട് നമ്മൾ കേട്ടു. അവനെ തൂക്കി പറക്കിട്ടടിക്കുകയല്ലേ ഗൈസ്. അയ്യോ, അവൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, സെറ്റ്. അവനെന്ന് അറഞ്ചം പറഞ്ഞൊന്ന് അടിക്കും നമ്മൾ. അതൊക്കെ അത്രേ ഉള്ളൂ. എവിടെയാടാ നീ? എവിടെ ഓടിയാലും വിട മാട്ടേനാ തന്നെ. ഇവിടെ എവിടെ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഈ വീട്ടിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ അടയിരിക്കാം. അതാണ് നല്ലത്. ഡേഞ്ചർ മാറി. അപ്പോൾ ഇവിടെ എവിടെയോ ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടോ ഫുട്ട് വീണുണ്ടോ? ഇവിടെ എവിടെയോ ഉണ്ടവൻ. എവിടെ ആയാലും പിടിച്ചടിക്കുന്നവനാ. എവിടെയാടാ നീ? പുറത്ത് വാടാ. അത് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഫൂട്ട് ഇവിടെ എവിടെയാണ്? ഈ വീടിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു. നീ ഇതിൻ്റെ മുകളിലാണോടോ? ഇത് എവിടെ അങ്ങോട്ട് കളിപ്പിക്കുകയാണല്ലോ. ഇത് കുറേ നേരമായില്ല അങ്ങോട്ട് ഓടിക്കണം. ഇത് എവിടെയാണ്? ഹലോ ബൈ, വേറെ ആണ് കളിയാക്കണ. ഇവിടെ ഫുട്ട് കണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ആണോ? അപ്പോൾ ഈ വീടിൻ്റെ മുകളിലാണെന്ന് കൺഫേം ആണ്. നിങ്ങൾ കണ്ടല്ലോ ഗൈസ് മാപ്പിൽ. പക്ഷേ ഇവനിത് എവിടെയാണെന്നാണ് അറിഞ്ഞുകൂടാത്ത. നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഫൂട്ട്. കണ്ട് കോപ്പ് എന്തോ അടേ. ഞാൻ കുറേ നാൾക്ക് ശേഷം കളിക്കണോണ്ടാണ് ഗൈസ് നമ്മളെ നോബ് കളി കളിക്കുന്നത്.
നേരത്തെ എൻ്റെ ഗെയിം പ്ലേ ഒക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ എന്ത് പ്രോ ആയിരുന്നു എൻ്റെ അടുത്ത് കാണാൻ. ഭയങ്കര നോവായി പോയി ഗൈസ്. അയ്യോ, നമുക്കൊരു ഡ്രിങ്ക് അടിക്കാം എന്നല്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രിങ്ക് ഇപ്പം ഇവിടെ നമ്മളായിട്ട് കറക്കിയാനെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ടീംമേറ്റ്സിൻ്റെ അടുത്തത് അവന്മാർക്ക് എന്താ ഗൈസ് നമുക്കൊരുത്തരെ കിട്ടി. അല്ല, ടീംമേറ്റ്സിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കില്ല് മൊത്തം ഞാൻ അടിച്ചു കുമ്മയാണ് ഗൈസ്. എന്താ അവസ്ഥ ചോദിക്കാൻ, ജസ്റ്റ് മിസ്സായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാരുടെ ചാടിയുടെ സമയത്ത് എവിടെ നിയമമായി അടിക്കുന്നത് നോക്കിയാൽ ചാടി നോക്കിയവർ ഇതാദിക്കണം മണ്ടൻ. അപ്പം നമ്മളെല്ലാവരും ഈ സ്കൂളാണത് കൊച്ചിൻകര തന്നെയാണ്, അത് പള്ളിയുടെ മണ്ടയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് എവിടെയാന്ന് ഒരു പിടിയില്ല. അപ്പോൾ ഗായ്സ് കണ്ടിട്ടുണ്ട് അടിക്ക് എന്നെ അടിക്കുന്നുണ്ട്. ഓക്കെ, ഫിനിഷ് ചെയ്ത് കിട്ടും, അതൊക്കെ അത്രേ ഉള്ളൂ. ഇതെന്ത് മെസ്സേജ്, ഇത് പോവില്ല അവസ്ഥയാണ് ഗൈസ്. എന്തോ ഒരു സാധനം ഞാനിപ്പോൾ വന്നപ്പോൾ ഡിലീറ്റ് ആയിക്കോളാം. ഇപ്പോൾ ഇവിടെ നനങ്ങളില്ല, ഇവിടെ കിടന്ന് അലയാണ്, എന്നിട്ടും ഒരുത്തനെ കണ്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ സോണിൻ്റെ പുറത്താണ്. ആ കാണുന്ന പുരട്ട വണ്ടി എടുത്തോണ്ട് നമുക്ക് ഈ നമ്മുടെ കൂടെ 4ാമത്തെ ടീംമേറ്റ് നിൽക്കണുണ്ട്. അതുകൊണ്ട് അവൻ അതെടുത്താ. ഹലോ ബായ് റുക്കോ വെയിറ്റ് കറോ ബൈ, എന്നെ കൂടെ കൊണ്ടുപോയി. ഹലോ, നമ്മളെ കൊണ്ടുപോകാതെ പോയി. ഹലോ ഹൈ ബായ്, എന്നെയും കൂടെ കൊണ്ടുപോ ബൈ പ്ലീസ് ബായ്, ഞാൻ കാല് പിടിക്കാൻ ബൈ. യെസ്, ചലോ പോട്ടെ. നല്ല കുട്ടി. ഡോറയുടെ പുതിയ പ്രയാണം. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സോണിനകത്തേക്ക്. എങ്ങോട്ടാ പോകുന്നത്? സോണിനകത്തേക്ക്. അതെ, സോണിനകത്തേക്കാണ് നമ്മൾ പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എത്തിയോ? അതെ, നമ്മൾ സോണിനകത്ത് എത്തിയിരിക്കുന്നു. എല്ലാവരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾ കൈയടിക്കും, നിങ്ങൾ ലൈക്ക് അടി. ലൈക്ക് അടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വന്ന അടിയാണ്, അടിച്ച് തുലയ്ക്കും. എൻ്റെ ലൈഫ് കൂടെ കളയാൻ വേണ്ടി പോട്ടെ വണ്ടി ഓടിക്കുക. അതെ ബായ്, വണ്ടി ഓടിക്കാനുണ്ടെങ്കിൽ ഇറങ്ങി പോയി. എന്താ ഞാനിവിടെ എൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാം. അടി വായ് നിർത്ത് വായ് അടി. ഈ മണ്ടൻ നമ്മളെ ഏതോ മലയുടെ മണ്ടയ്ക്ക് കൊണ്ട് ഇറക്കി. യോ ചത്ത്. അതൊക്കെ അത്രേ ഉള്ളൂ. ഹലോ ഭായ് റുക്കോ ഞാൻ പറഞ്ഞു വെയിറ്റ്. പിന്നല്ല, നമ്മളാരാ? ആ മണ്ട എന്നെ വണ്ടീൻ്റെ പുറത്തുനിന്ന് എടുത്ത് ഇറക്കിയവ എന്നെ. എന്നിട്ട് എന്തോ പറയട്ടെന്ന് ആലോചിച്ച് നോക്കി മണ്ടൻ്റെയൊക്കെ കാര്യം. അവിടെ നില്ല, എവിടെ? ഇവൻ ഈ മലയുടെ മുകളിൽ കയറ്റാതെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നെയും കൂടെ എൻ്റെ ലൈഫ് ഫുള്ള് ലൈഫ് അടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞ് ഇവനെ എന്താ പോന്നു ലൈഫ് പോലും അടിക്കാതെ മണ്ടൻ. എന്തൊക്കെ പറയട്ടെ, ഞാനിപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമുക്ക് DP ഉണ്ട് ഗൈസ്. ഓക്കെ നൈസ്. UMP അതിനകത്തുണ്ട്, പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പൈസ വെച്ച് കളയാം. ഒരു ഡ്രിങ്ക് അടിക്കാം ഗൈസ്. ആദ്യം നമുക്ക് ഈ മലയുടെ മണ്ടന്ന് സേഫായിട്ട് ഓക്കെ നമുക്കിങ്ങനെ ഡ്രിങ്ക് അടിക്കാം. അപ്പോൾ ഇനി 25 പേര് അലയുണ്ട്. എന്തരാവിടെ മലയുടെ മണ്ട ക്യാമ്പ് അടിച്ചിരിക്കുന്നത്. ആ വീട്ടിനകത്ത് കണ്ടോ, നമുക്ക് നെറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് കാണാം കേട്ടോ ഗൈസ്. കണ്ടോ, വീട്ടിനകത്ത് 2 പേരുണ്ട്. വീട്ടിനകത്ത് 2 പേരുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് റഷ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ സ്കോപ്പ് ചെയ്താൽ കണ്ടോ വീട് കാണും. അതെന്താ ഒരു ഭയം? നമുക്ക് അവന്മാരെടുക്കണം. പിന്നെ എന്തുവാ നമുക്ക് ഇത്ര ഇമോട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇത്ര ഇമോട്ടുണ്ട്. അവിടെ നമ്മൾ ചെന്നാൽ ചിലപ്പോൾ നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മളതൊന്ന് കാര്യമാക്കാൻ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഉണ്ട്. റഷ് അടിക്കാം.
ഇല്ല ഗൈസ്. ഓ ഇവിടെ ഫുൾ അടിയാണ്. കയറി നോക്കണ്ട ഗൈസ്. ഓക്കെ, ആ ടീം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവിടെ ടീമുണ്ട് ഗൈസ്. നമുക്ക് വണ്ടി അടിച്ചങ്ങ് പൊട്ടിക്കാം. ഓക്കെ ഗൈസ്, അവിടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. പിന്നല്ല പവറാണ്. സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ്. പൊടിയല്ലേ നമ്മൾ നൈസ് ലൂട്ടടിക്കാം. ഓ മെട്ടുണ്ട്. നൈസ് നൈസ്, അത്യാവശ്യം കണ്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, ഗ്രനേഡൊക്കെ പൊട്ടിയേക്കാം. ഇതടിക്കാം. പിന്നല്ല ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ലൈക്കടി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കടി ഗൈസ്. എങ്ങനെ ഉണ്ട്? പിന്നല്ല നമ്മള് വിഷയല്ലേ. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. കണ്ട ഗൈസ്, ലാലേട്ടന് BGMI വിഷയല്ലേ. അമ്മായിക്കൂലെ അവന്മാര് ഗൈസ്. ഓക്കെ ഓക്കെ, അത്യാവശ്യം നല്ല അടി. ഓക്കെ, നമ്മുടെ ടീം പിന്നെ നമ്മുടെ ടീമാണ് എടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഡാം കൊടുത്ത് നമ്മുടെ ടീമാക്കി എടുത്ത പക്ഷെ നമുക്ക് സീനില്ല. അപ്പോൾ ഇനി 14 അലയും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഈ കളി ചിക്കൻ അടിക്കാം. ഡിന്നർ അടിച്ചിരിക്കും ഗൈസ്. നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ചിരിക്കും ഗൈസ്. ചിക്കൻ ഡിന്നർ. അപ്പോൾ നമ്മളിങ്ങനെ സോണിൽ കയറാൻ വേണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ നമ്മുടെ ടീം എടുത്തും ചത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വൻ അടിയാണെന്നാണ് തോന്നുന്നത്. ആരുടെ എൻ്റെ ടീമിനെ അടിക്കണം. ഓക്കെ, എന്നെ അടിക്കാറായ എന്നെ ഇവരിത് എവിടെ നിന്ന് അടിക്കുന്നേ? ഇത് എവിടെ നിന്ന് അടിക്കുന്നതെന്ന് കാണുന്നില്ല. ഓക്കെ, കണ്ട്. അവിടെ എവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവിടെ വിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി അവിടെ നിന്നാൽ അവിടെ ഒരു ഫുൾ സ്ക്വാഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ അടിച്ചവന്മാരെ ആ സ്ക്വാഡ് ഫിനിഷ് ചെയ്തു. ഞാൻ അവിടെ കുറേ നേരം അവിടെ കിടന്നു കഴിച്ചു. പിന്നെ ഇനി അവിടെ നിന്ന് ഇങ്ങനെ സേഫ് അല്ല എന്ന് അറിഞ്ഞിട്ട് ഞാനും എൻ്റെ ഞാനും ബിസ്വാസും കൂടെ ഉള്ളൂ. ഇനി വേറെ ആരും ഇല്ല നമ്മുടെ ടീമിൽ. ബാക്കി രണ്ടാമത്തെ ആ അവന്മാരെ അടിച്ചിട്ട് അന്നേരം പൊക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒന്നാമത്തെ നമുക്ക് പൊക്കായിരുന്നു. പക്ഷെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ കണ്ടില്ല എവിടെ നിന്ന് അടി വരുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊക്കാത്തല്ല. ഞാൻ അവനെ പൊക്കുമായിരുന്നു. നമ്മൾ മൂന്ന് പേരാക്കി ഞാൻ ജയിപ്പിക്കുമായിരുന്നു. അവനൊന്ന് പൊക്കി വിടുമായിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല എവിടെ നിന്ന് അടിക്കുന്നത്. ഇപ്പം നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ മലയുടെ മുകളിൽ നിൽക്കാം. സോണിനകത്തുനിന്ന് അടി കിട്ടിയിട്ടുണ്ട്. എടാ ഞാൻ കണ്ടില്ലടാ. എടാ രണ്ടും അവിടെ ഉണ്ടായിരുന്നടാ, ഞാൻ കണ്ടില്ലടാ. എനിക്കറിയാം എനിക്ക് എവിടെ നിന്ന് അടി കിട്ടി. അവന്മാരവിടെ പച്ച മറ്റേ പുലിയിട്ടുണ്ടെന്ന് പൂവിനെ ഞാൻ കണ്ടില്ലടേ. എവിടെയാണ് ചേടാ? കയറ്. എടാ അമ്മ രണ്ടോടോ. ഡിന്നർ അടിപ്പിക്കുമെന്ന് അറിയത്തില്ല. എടാ നല്ലത്. എടാ പുല്ലൻ അടിക്കോടാ. പുല്ല് ആകേണ്ട അടിക്കോടാ. ഒന്ന് കഷ്ടമുണ്ടോ അവിടെ? ആരെങ്കിലും അടിയടാ. അവനൊന്ന് അടിയടാ. അവന്മാർ രണ്ടുപേരുണ്ടോ? ഞാൻ കണ്ടില്ല. അവനെ കയറി ചെല്ലണ്ടായിരുന്നു. നിൽക്കില്ല അങ്ങനെ നിൽക്കില്ല. അങ്ങനെ അടിക്കും. അവിടെ അങ്ങ് ക്യാമ്പ് ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. ഞാൻ അവന്മാരെ കണ്ടില്ല. അവനെ വിചാരിച്ച് സോണിനകത്തുനിന്ന് അവന്മാർ വരുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങ് കയറി ചെന്നു. ഇവിടെ ഉണ്ടല്ലോ. കാണാനില്ല ഗൈസ്, എനിക്ക് കാണാൻ പറ്റത്തില്ലേ? നല്ലതാ. ഞാനും ചത്ത്.
അപ്പോൾ ആരെ MVP നോക്കാം. ഓ ഞാനല്ലേ, നീ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ സോ നമ്മുടെ MVP ഞാനാണ്. 7 ഫിനിഷ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് വളർത്തുക. അപ്പോൾ ഗായ്സ് ഇന്നത്തേക്കുള്ളൂ. നമുക്ക് വേറെ ദിവസം കാണാം.